മുൻ MLA-യും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ എ പത്മകുമാറിനെതിരെ ഉടൻ പാർട്ടി നടപടിയില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അന്വേഷണം പൂർത്തിയാവാതെ നടപടി ഉണ്ടാവില്ല. സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പ് വിഷയമായിരുന്നെങ്കിൽ BJPക്ക് വലിയ ഭൂരിപക്ഷമായേനെയെന്നും MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നുണ്ട്. ദിസ്ന, അതായത് പാർട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല, അടിത്തറ ഇപ്പോഴും ഭദ്രമാണ്, പക്ഷെ തോറ്റുപോയി. അതായത് എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന് സന്ദേശം സിനിമയിൽ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കണ്ടെത്താൻ ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിനോ അതിനെ നയിച്ച പാർട്ടി സെക്രട്ടറിക്കോ കഴിഞ്ഞിട്ടില്ല. എന്താണ് പുകമറ സൃഷ്ടിച്ച് ഞങ്ങളിപ്പോഴും സേഫാണ് എന്ന് കാണിക്കാനുള്ള വ്യഗ്രത, ന്യായീകരണം, ബെഡാ ക്യാപ്സ്യൂൾ, അതായിരുന്നു MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ മുഴുവൻ കണ്ടത്. തീർച്ചയായും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങളാണെങ്കിൽ വലിയ ഗൗരവകരമായി ഒരു വാർത്താ സമ്മേളനം നടത്തുന്ന MV ഗോവിന്ദൻ അവസാന നിമിഷം എത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെയൊക്കെ വലിയ തമാശ രീതിയിൽ അവതരിപ്പിച്ചു എന്നത് തന്നെയാണ് ഏറ്റവും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായ ചോദ്യങ്ങളിലൊക്കെ തന്നെയും വലിയ ഒഴിഞ്ഞുമാറ്റമാണ് MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്നുണ്ടായത്. നമ്മൾക്കറിയാം, ആ വാർത്താ സമ്മേളനം ഒക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതും അത് തന്നെയാണ്. നേരത്തെ കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ പാർട്ടിയുടെ അടിത്തറ ഒരിക്കലും ില്ല, അങ്ങനെ മുങ്ങുന്ന കപ്പലല്ല ഇടതുപക്ഷം എന്ന് ഇപ്പോഴും ആവർത്തിച്ച് വീണ്ടും വീണ്ടും ക്യാപ്സ്യൂൾ പരുവത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പിന് വേണ്ടി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഈ വാർത്താ സമ്മേളനത്തിലൂടെ ചെയ്തത് എന്നത് തന്നെയാണ്. പ്രധാനമായും സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ തിരിച്ചടിയായി എന്ന് സമ്മതിക്കുവാൻ പോലും MV ഗോവിന്ദൻ തയ്യാറായിട്ടില്ല എന്നത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ BJP വലിയ ഭൂരിപക്ഷത്തിൽ വിജയം നിലനിർത്തിയേനെ എന്നൊരു ന്യായീകരണവാദം ജനങ്ങൾക്ക് മുന്നിൽ നിരത്താൻ ശ്രമിക്കുമ്പോഴും സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കൃഷ്ണരാജ്, ഇപ്പോൾ ഇറക്കുന്ന ഒരു ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ഈ കോൺഗ്രസിന്റെ വോട്ടുകൾ ചോർന്നതിനാലാണ് BJPക്ക് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മുൻതൂക്കം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടെ ലഭിച്ചത് എന്നൊരു വ്യാഖ്യാനത്തിലേക്ക് പാർട്ടി കടക്കുന്നു എന്നത് തന്നെയാണ്. പക്ഷേ നമുക്കറിയാം, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഓർത്തു നോക്കൂ, BJP എത്രമേൽ വളർന്നു തിരുവനന്തപുരത്ത് എന്ന്. അതായത് 50 സീറ്റുകൾ നേടുന്നു, മറുവശത്ത് 10 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസിന് 19 സീറ്റാകുന്നു. ഇത് രണ്ടും കൂടി എങ്ങനെയാണ് സംഭവിക്കുക ഡീലുണ്ടെങ്കിൽ? അവിടെ ഭരിച്ചിരുന്ന LDFന് അമ്പേ പരാജയം സംഭവിച്ച് താഴെ പോയത് ഇപ്പോഴും തിരിച്ചറിയുന്നില്ലെന്നോ? മാത്രമല്ലല്ലോ, പത്മകുമാറിനെതിരായ നടപടിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഉടനൊന്നും നടപടിയില്ല എന്ന മുട്ടാപ്പോക്ക് ന്യായീകരണമാണ് പറയുന്നത്. അതിനർത്ഥം ഈ ഇന്നത്തെ യോഗം കൊണ്ടോ പാർട്ടി സെക്രട്ടറിയുടെ മറുപടി കൊണ്ടോ തിരിച്ചറിവുണ്ടായിട്ടില്ല ഈ പാർട്ടിക്ക് എന്നുകൂടിയല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ BJPയുടെ വളർച്ച അത് അംഗീകരിക്കുവാൻ പാർട്ടി ഒരിക്കലും തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോഴും വലിയ രീതിയിൽ BJPക്കുണ്ടായ വിജയത്തിൽ ഭയമുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ഇത്തരത്തിലുള്ള നേതൃയോഗങ്ങൾ വിളിച്ചു ചേർത്തത്. LDFന്റെ യോഗം നാളെയുമുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിൽ താഴേക്കിടയിൽ നിന്ന് പോലും എങ്ങനെയാണ് വോട്ട് ഇല്ലാതായി മാറിയത്, അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വന്നത് എന്നതുൾപ്പെടെയുള്ള പരിശോധനയിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പത്മകുമാറിനെ ഇപ്പോഴും സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് തന്നെയാണ് പാർട്ടി കടക്കുന്നത് എന്നത് നമുക്ക് വളരെ വ്യക്തമായി തന്നെ പറയാൻ സാധിക്കും. ആദ്യഘട്ടത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ പത്മകുമാറിനെതിരെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള നടപടിയിലേക്കും കടക്കുന്നില്ല എന്നൊരു മുട്ടാപ്പോക്ക് ന്യായീകരണമാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കിയതെങ്കിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പിന്നീട് വോട്ട് ചോർന്നത് എങ്ങനെയെന്നൊരു അവലോകന യോഗവും പാർട്ടി നടത്തിയിട്ട് പോലും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആളുകൾ മാറി ചിന്തിച്ചത് എന്ന് മനസ്സിലാക്കാൻ ഇതുവരെ MV ഗോവിന്ദന് സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. പല ചോദ്യങ്ങളും വലിയ രീതിയിൽ തമാശയായ രീതിയിൽ എടുക്കുന്നു എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോട് ബാക്കിയുള്ള വിഷയങ്ങളിലൊക്കെ ഘോരഘോരം പറയുന്ന MV ഗോവിന്ദൻ എന്തുകൊണ്ട് വോട്ട് ചോർന്നു എന്നത് ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ജനങ്ങൾ മാറി ചിന്തിച്ചു, ഭരണവിരുദ്ധ വികാരം ഇങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായി, ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ അത് പാർട്ടിയിൽ ഉടലെടുത്ത സംഭവങ്ങളും ഗായത്രി ബാബുവിന്റെ ഉൾപ്പെടെയുള്ള
ഉൾപ്പെടെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളെ ഒക്കെ തന്നെയും വലിയ രീതിയിൽ അവഗണിച്ചുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ് നടത്തിയത്. എന്തായാലും പത്മകുമാറിനെ പൂർണ്ണമായും സംരക്ഷിക്കുമെന്ന നിലപാടിൽ തന്നെയാണ് പാർട്ടിയുള്ളത്. ഈ കുറ്റം തെളിയിക്കാതെ, അതായത് കോടതിക്ക് മുന്നിൽ ആ തെളിവുകളൊക്കെ തന്നെയും സമർപ്പിക്കപ്പെടാതെ പത്മകുമാറിനെതിരെ യാതൊരു നടപടിയും എടുക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും എം വി ഗോവിന്ദൻ ഉൾപ്പെടുന്ന പാർട്ടിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൃഷ്ണരാജ്. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ വിശ്വാസത്തെയൊക്കെ തന്നെയും ഈ പാർട്ടി ഹനിക്കുകയില്ല. അതുപോലെ തന്നെ എം എം മണിയുടെ ആ പ്രസ്താവന ഞങ്ങൾ തിരുത്തിയല്ലോ, എം എം മണി അങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ നാടൻ ശൈലിയാണ്, അത് ഞങ്ങൾ തിരുത്തിയല്ലോ. അത്തരത്തിൽ എല്ലാ കാര്യത്തെയും നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണരാജ്. ഇടതുപക്ഷം 3.0 അടുത്ത തിരഞ്ഞെടുപ്പിൽ വരും, അവർ അധികാരത്തിൽ കയറുമെന്ന് വീണ്ടും ആവർത്തിക്കുമ്പോഴും മറ്റൊന്നുകൂടി ഉണ്ടല്ലോ ദിസ്ന. നോക്കൂ, ഇന്ന് തോമസ് ഐസക് അവരുടെ ബുദ്ധിജീവിയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു തോൽവി, ഇതുപോലൊരു തോൽവി പ്രതീക്ഷിച്ചില്ല എന്നാണ്. LDF കൺവീനർ പറഞ്ഞത് എന്താണ്? തലസ്ഥാനത്ത് BJP വലിയ മുന്നേറ്റമുണ്ടാക്കി എന്നത് യാഥാർത്ഥ്യമാണ് എന്ന്. അതിനർത്ഥം നോക്കൂ, CPM-നുള്ളിൽ ഭിന്നതയുണ്ട്. ഒറ്റയിടത്ത് നിന്ന് വരുമായിരുന്ന മറുപടി പലയിടങ്ങളിൽ നിന്നായി വരുന്നു എന്നതിൻ്റെ അർത്ഥം CPM-ന്റെ അടിവേരറ്റു വീണതിൽ മറ്റുള്ള നേതാക്കൾക്ക് അമർഷമുണ്ട്, അത് തുറന്നു പറയുന്നുണ്ട് അവർ എന്നുകൂടിയല്ലേ? CPM-ന്റെ ഭിന്നത കൂടി പുറത്തു വരുന്നില്ലേ ഇന്നത്തെ ദിവസം? തീർച്ചയായും കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ യോഗത്തിൽ പറയാതെ പറഞ്ഞു വെക്കുന്നതും അത് തന്നെയാണ്. തോമസ് ഐസക്കിന്റെ ആ പ്രസ്താവനയ്ക്കെതിരെയൊക്കെ തന്നെയും ഇടത് ഹിന്ദുത്വം എന്നൊരു വാക്കില്ല, അത്തരത്തിലൊരു കാര്യം പാർട്ടി ചർച്ചയിൽ ഉൾപ്പെടെ വന്നിട്ടില്ല എന്നൊരു കാര്യമായി ന്യായീകരിക്കുവാനാണ് എം വി ഗോവിന്ദൻ ശ്രമിച്ചത് എന്ന് തന്നെയാണ്. എന്തായാലും ഇത്തരത്തിൽ ഈ നേതൃയോഗങ്ങളിലൊക്കെ തന്നെയും ഈ അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ പാർട്ടിക്ക് വലിയ രീതിയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലിൽ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃഷ്ണരാജ്, താഴേക്കിടയിൽ, അതായത് ആദ്യഘട്ടം മുതൽ ഈ PM ശ്രീ വിഷയത്തിൽ ആളുകൾക്കിടയിൽ വലിയൊരു സംശയം ഉണ്ടാക്കാൻ CPM-ഉം CPI-യും ശ്രമിച്ചു എന്നത് തന്നെയാണ്. പരസ്പരമുള്ള വാക്പോരുകളും CPI-യുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല, അത്തരത്തിലുള്ള വിവാദങ്ങളിലൂടെയൊക്കെ തന്നെയും ആളുകൾക്കിടയിൽ വലിയൊരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ വലിയൊരു രീതിയിൽ അവരെ തിരുത്തുവാനൊക്കെയുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും അതൊന്നും തന്നെ ഫലം കണ്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ വി ശിവൻകുട്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ അവർ പറയുന്നു പാർട്ടിക്ക് അടിയൊഴുക്കുണ്ടായി എന്ന വ്യക്തമായി വി ശിവൻകുട്ടി ഉൾപ്പെടെ പറയുന്നുണ്ട്. അതായത് വോട്ട് കുറേയേറെ മാറി മറിഞ്ഞു, പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അത്തരത്തിൽ തോമസ് ഐസക്കിന്റെ ഉൾപ്പെടെയുള്ളത് കൃത്യമായ നിലപാടുകളാണ് എന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ പറയുന്നു. അതായത് പാർട്ടിക്കുള്ളിൽ തന്നെ ഭിന്നാഭിപ്രായം രൂപപ്പെടുന്ന ഒരു സാഹചര്യം, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒക്കെ തന്നെയും ഭരണവിരുദ്ധ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ചില ശൈലികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ തന്നെയും പല ഘട്ടത്തിലും ഈ ഇരു വിഭാഗങ്ങളും തമ്മിൽ ചർച്ച ചെയ്തിരുന്നു എന്നത് തന്നെയാണ് കൃഷ്ണരാജ്. പക്ഷേ അതൊന്നും തന്നെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അത്തരത്തിൽ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എടുത്തു പറയാൻ സാധിക്കുന്നത്. അപ്പോഴും ന്യായീകരിക്കുന്നത് കാസർഗോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ BJPക്ക് വലിയ രീതിയിലുള്ള നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചില്ല. പാലക്കാടും വിജയം നേടിയെങ്കിലും പാലക്കാടും വലിയ രീതിയിലുള്ള നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചില്ല. അപ്പോൾ BJPയുടെ കുറവുകളെ ഇങ്ങനെ എണ്ണിക്കാണിക്കാൻ ശ്രമിക്കുമ്പോഴും എവിടെയാണ് പാർട്ടിക്ക് അടിപതറിയത് എന്ന് കണ്ടെത്തുവാൻ ഇതുവരെ ഒരു ശ്രമം നടന്നിട്ടില്ല. ഞങ്ങൾ 3.0 കൊണ്ട് അടുത്ത വർഷവും അധികാരത്തിൽ കയറുമെന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. മുൻപുള്ള വാർത്താ സമ്മേളനങ്ങളൊക്കെ പരിശോധിച്ചാൽ എല്ലാം വിശകലനം ചെയ്യുന്ന എം വി ഗോവിന്ദൻ ഒരു തരത്തിലും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വോട്ടിന്റെ കാര്യമോ അല്ലെങ്കിൽ സംഘടനാ നേതൃത്വത്തിൽ വീഴ്ചകൾ ഉണ്ടായോ എന്നത് സംബന്ധിച്ചും ഒന്നും തന്നെ വ്യക്തത വരുത്താൻ ശ്രമിച്ചില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല സ്വർണ്ണക്കവർച്ച എവിടെയും തൊട്ടിട്ടില്ല, വിഷയം എവിടെയും പ്രചാരണ രംഗത്ത് പോലും വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ BJPക്ക് കൂടുതൽ ഭൂരിപക്ഷം കിട്ടില്ലേ എന്നൊക്കെ തനിയാവർത്തിച്ചുകൊണ്ട് വീണ്ടും ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഉളവാക്കുന്ന തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനം നടത്തി. പക്ഷേ കൃഷ്ണരാജ് കൃത്യമായി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായി എന്നൊരു വിലയിരുത്തലിൽ തന്നെയാണ് നേതൃത്വം എത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ആഗോള അയ്യപ്പ സംഗമം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയ വോട്ട് ചോർച്ചയ്ക്ക് കാരണമായി എന്നൊരു അഭിപ്രായത്തിലേക്കും പാർട്ടി എത്തിയിട്ടുണ്ട്. മൂന്നാമതായി മുഖ്യമന്ത്രിയുടെ പ്രചാരണം, അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അതായത് നേതാക്കന്മാരുടെ ചില തുറന്നു പറച്ചിലുകൾ, മാധ്യമങ്ങൾക്ക് നൽകുന്ന അഭിമുഖങ്ങൾ, അതൊക്കെ തന്നെയും പരസ്യ പ്രസ്താവനകളൊക്കെ തന്നെ
തന്നെയും പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് യോഗം എത്തിയിട്ടുള്ളത്. എന്നിട്ടും MV ഗോവിന്ദൻ അത് തുറന്ന് സമ്മതിക്കുന്നില്ല എന്നത് തന്നെയാണ്. ഇപ്പോൾ ഈ മാസം തന്നെ ഇത്തരത്തിൽ ജില്ലാ അടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ എങ്ങനെയാണ് വോട്ട് കുറഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് പരിശോധനകൾ നടത്തുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം MM മണിയുടെയൊക്കെ പ്രസ്താവന നമ്മൾ കണ്ടതാണ്. അതായത് ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് ഒരു സർക്കാരിൻ്റെ ഔദാര്യം പോലെ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് പറയുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ശൈലിയാണ്, അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്ക് തീരുമാനിക്കാം ആര് വാഴണം ആര് വീഴണം എന്നത്. അത് കൃത്യമായി ജനങ്ങൾ തീരുമാനിച്ചു. പക്ഷേ കൃത്യമായി ജനങ്ങൾ തീരുമാനിച്ചെങ്കിലും അതിനെ അംഗീകരിക്കുവാൻ ഇതുവരെ ഇടതു മുന്നണി തയ്യാറായിട്ടില്ല എന്നത് തന്നെയാണ് MV ഗോവിന്ദൻ്റെ ഈ വാർത്താ സമ്മേളനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോഴും സ്വർണ്ണ കവർച്ചയിലെ പത്മകുമാറിനെ വീണ്ടും സംരക്ഷിക്കും എന്ന ഒരു ഉറപ്പ് പത്മകുമാറിന് നൽകിക്കൊണ്ടായിരുന്നു ഈ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. കൃഷ്ണരാജ്. യെസ്, ഏതായാലും ന്യായീകരണ ക്യാപ്സ്യൂളുകളുടെ ഒരു കൊട്ടാരം കൂടി ഇടിഞ്ഞു വീഴുകയാണ് MV ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനത്തിലൂടെ. CPM ഒന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങളുടെ അടിത്തറ ഭദ്രമാണ്, BJPക്ക് നേട്ടമുണ്ടായില്ല എന്നുകൂടി പറയുന്നുണ്ട്. തലസ്ഥാനത്ത് വർഷങ്ങളായി CPM LDF ഭരിക്കുന്ന നഗരസഭ പിടിച്ചെടുത്തിട്ട് തങ്ങളുടെ കാലിനടിയിലെ മണ്ണ് മുഴുവൻ ചോർന്നു പോയി എന്ന് തിരിച്ചറിയാത്തവർക്ക് കാലം കൂടുതൽ തിരിച്ചടി നൽകിക്കൊണ്ടേയിരിക്കും.